നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മളുടെയൊക്കെ മനസ്സ് എത്രത്തോളം ശക്തമാണ് എന്നൊന്ന് പരിശോധിച്ചാലോ. വളരെ ചെറുപ്പകാലം മുതൽ നമ്മൾ സ്കൂൾ പഠനകാലത്തായാലും കോളേജ് പഠനകാലത്തായാലും ഒക്കെ നമ്മളുടെ ശരീരത്തെപ്പറ്റിയും അതിൻ്റെ ഓരോരോ അവയവങ്ങളെപ്പറ്റിയും ഒക്കെ നമ്മൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പാഠഭാഗങ്ങളിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ പലതരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാറുണ്ട്, ജിമ്മിൽ പോയി വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്, പല പല കളികളിൽ ഏർപ്പെടാറുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ കെയർഫുൾ ആണ് എന്നുള്ളതാണ് വസ്തുത. ശരിയല്ലേ? നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു അസുഖം വന്നാൽ പോലും നമ്മൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഓടിപ്പോവുകയും അവിടെ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകളൊക്കെ യാതൊരു പരാതിയും ഇല്ലാതെ ചെയ്യുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളൊക്കെ വാങ്ങിക്കഴിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് എത്രത്തോളം ശക്തമാണെന്നോ ദുർബലമാണെന്നോ അതിൻ്റെ അവസ്ഥ എന്താണെന്നോ അതിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നോ അതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നോ ഒന്നും നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, നമ്മളാരും അതിനെപ്പറ്റി ഒരുപാട് ബോധവാന്മാരുമല്ല എന്നുള്ളതാണ് വസ്തുത. വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു മനസ്സ് എത്തിച്ചേരുന്നത് പ്രധാനമായും 3 തലങ്ങളിലായിരിക്കും. ഒന്ന് അഡിക്ഷൻ, അല്ലെങ്കിൽ അഗ്രഷൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുതരമായ മാനസിക രോഗ അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അതായത് എപ്പോഴും എന്തിനും ഏതിനും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള സ്വയംഭാവത്തിൽ ഒന്നും പറ്റാത്തതുപോലെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന അവസ്ഥ. അതുമല്ലെങ്കിൽ ഇത് രണ്ടുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷൻ സംഭവിച്ചു പോകുന്ന അവസ്ഥ. ശരിയല്ലേ? ഈ 3 അവസ്ഥയിലേക്കും ഒരു വ്യക്തി എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരിക്കും. എന്നാൽ ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ അവസ്ഥ അത്ര നല്ലതല്ല, മാനസികാവസ്ഥ അത്ര നല്ലതല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം തന്നെ തിരിഞ്ഞു നടക്കാൻ മനസ്സ് കാണിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ സഹായങ്ങൾ കൂടി ആ കാര്യത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും തിരിച്ച് പൂർണ്ണ മാനസിക ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അഗ്രഷൻ, ഡിപ്രഷൻ, അഡിക്ഷൻ എന്നീ അവസ്ഥകളുടെ ഏറ്റവും അവസാന ഘട്ടം എത്തിയിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുൻപ് സ്വയം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ട നടപടി സ്വീകരിക്കുകയായിരിക്കും ഉചിതം. നിങ്ങളൊരു കപ്പലിനെ ശ്രദ്ധിച്ചു നോക്കുക. കടലിൽ എത്ര വെള്ളമുണ്ടെങ്കിലും ആ ഒറ്റ കാരണത്താൽ കപ്പൽ മുങ്ങുകയേയില്ല. എന്നാൽ കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം കയറി തുടങ്ങുമ്പോഴാണ്, ഉള്ളിൽ വെള്ളമുണ്ടാകുമ്പോഴാണ് അത് മുങ്ങാൻ ആരംഭിക്കുന്നത്. പുറമേയുള്ള വെള്ളം കപ്പലിനെ മുക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നാൽ ആ വെള്ളം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും അത് മുങ്ങുകയും ചെയ്യും. എന്നുവെച്ചാൽ കപ്പലിനകത്ത് വെള്ളം കയറാതെ സൂക്ഷിച്ചാൽ അത് സേഫായി എത്തേണ്ടിടത്ത് എത്തിച്ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുറം എത്ര മോശമാണെങ്കിലും, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എത്രത്തോളം മോശമാണെങ്കിലും, നിങ്ങളുടെ മനസ്സും ജീവിതവും ഒരിക്കലും തളരുകയോ തകരുകയോ ചെയ്യുകയില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പുറമേയുള്ള അവസ്ഥകളല്ല നിങ്ങളെ തകർക്കുന്നത്, പകരം നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ മോശമാകുമ്പോഴേ നിങ്ങൾ തകരൂ എന്നാണ്. ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ജീവിതത്തിൽ ഏത് സാഹചര്യമായാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവർ കരുത്തുറ്റവരായി ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഇത് സാധിക്കുന്നത് എന്നറിയുമോ? അതുപോലെ മറ്റു ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് പോലും തകർന്നു പോവുകയും സ്വയം പഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ജീവിതത്തിലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള മനഃശക്തി ഇല്ലായ്മ കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടുമാണ് അവർ നിസ്സാര കാര്യങ്ങളിൽ തകർന്നു പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഠിക്കുന്ന കാലഘട്ടത്തിൽ എക്സാമിനേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു ആഹ്ലാദമായിരിക്കും. എന്നാൽ തീരെ പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചോ, അവർക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വലിയ ഭയവും തലവേദനയുമായിരിക്കും. ശരിയല്ലേ? പരീക്ഷ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, ഒരേ ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും, അതിനൊന്നും ഒരു മാറ്റമേ ഇല്ല. പക്ഷേ ഒരു കൂട്ടർക്ക് മാത്രം ആഹ്ലാദവും ഒരു കൂട്ടർക്ക് മാത്രം തലവേദനയുമാകുന്നത് എങ്ങനെ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, പരീക്ഷണങ്ങളും വരും. ജീവിതം അങ്ങനെയാണ് സ്വാഭാവികമായും. ഒരേ സമയം നല്ലതും ചീത്തയും സംഭവിക്കാം. എന്നാൽ അത്തരം സാഹചര്യങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ വിവേകപൂർവം കൈകാര്യം ചെയ്യാൻ, ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോം വഴി. അതിന് തക്കവണ്ണം
നമ്മളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിയെടുക്കലാണ് ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്തവരാണ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ വരികയും തലവേദന തോന്നുകയും ചെയ്യുന്ന ആളുകളെ പോലെ ആയിത്തീരുന്നത്. ഭഗവത്ഗീതയിൽ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മനസ്സെന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെയല്ലേ? അതിനെ പിടിച്ചു കെട്ടാൻ സാധിക്കുമോ? അതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കുന്നല്ലോ. എത്ര വലിയ ആളാണെങ്കിലും അതിനെ മാത്രം പിടിച്ചു കെട്ടാൻ സാധിക്കുന്നേ ഇല്ലല്ലോ എന്ന്. അങ്ങനെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് ഭഗവത്ഗീതയിൽ നൽകുന്ന ഉത്തരം എന്താണെന്നറിയാമോ? തീർച്ചയായും മനസ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് 2 വഴികളുണ്ട്. ഒന്ന്, പ്രാക്ടീസ് അഥവാ അഭ്യാസം ചെയ്യുക. 2, ഡിറ്റാച്ച്മെന്റ് തിയറി പരിശീലിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഇത് രണ്ടും ഒരു വാളും പരിചയവും പോലെയാണ്. ഒരു യുദ്ധത്തിനിറങ്ങുന്ന യോദ്ധാവിന്റെ കയ്യിൽ ഇത് രണ്ടും ഉണ്ടാവാറുണ്ട്. വാള് അങ്ങോട്ട് ആക്രമിച്ച് എതിരാളികളെ അരിഞ്ഞു വീഴ്ത്താനാണെങ്കിൽ പരിച ഇങ്ങോട്ട് വരുന്ന വെട്ടുകളെ തടയാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഭാഗവും നമ്മളുടെ പെർഫോമൻസിനെ തടഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെ തടയുവാനുള്ള ഒരു ഭാഗവും നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇനി എന്താണ് പ്രാക്ടീസ് അഥവാ അഭ്യാസം എന്നതുകൊണ്ടും ഡിറ്റാച്ച്മെന്റ് എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഒന്നാമതായി എന്താണ് പ്രാക്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെ എന്താണ് നാം പരിശീലിക്കേണ്ടത് എന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം മനസ്സിനെ ശക്തമാക്കാനുള്ള പരിശീലനം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നല്ലേ? വളരെ നിസ്സാരമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനം എന്ന് നിങ്ങൾ സ്വയം കരുതി, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി, എന്നാൽ മറ്റു പലരും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അവയിൽ ഓരോന്നും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമയമെടുത്തിട്ടാണെങ്കിലും അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത് ഞാൻ ചെയ്തിരിക്കും, ഇത് ഞാൻ പരിശീലിക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്ത് തെളിയിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു 2 വീലർ ഓടിക്കുന്നത് വളരെ നിസ്സാരമായി എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ആ 2 വീലർ ഓടിക്കുന്നത് കഴിയില്ല, പേടിയാണ് എന്ന് സ്വയം തീരുമാനിച്ച് നിങ്ങൾക്ക് 2 വീലർ ഓടിക്കാനും പഠിക്കാനും പരിശീലിക്കാനും എത്ര സാഹചര്യം ഉണ്ടെങ്കിലും ചെയ്യാതിരിക്കുന്ന ചില ആളുകളുണ്ടാവും. അത്തരക്കാർ നിരന്തരമായി പരിശീലിച്ച് അത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ തുടക്കത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ മനസ്സ് ശക്തമാവുകയും ഇത്തരത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് സ്വയം ഒരു വിശ്വാസം തോന്നി തുടങ്ങും. ഇത്തരത്തിൽ ഓരോന്നായി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന പറ്റില്ല എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിനുണ്ടാവുന്ന ശക്തി എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. 2ാമത്തെ പരീക്ഷണം, അഭ്യാസം, മനസ്സിനെ ശാന്തമാക്കാനുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ലളിതമായ കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ശാന്തമായവയോടൊപ്പം സമയം ചെലവഴിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സും ശാന്തമായി തുടങ്ങും. ഉദാഹരണത്തിന് നല്ല പുളിയുള്ള മാങ്ങ ഉപ്പിലിട്ട് കുറച്ചു കാലം വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പുമായി ചേർന്ന് ആ മാങ്ങയുടെ പുളിരസം മാറി മറ്റൊരു ഉപ്പ് കലർന്ന മറ്റൊരു രുചിയിലായി മാറാറില്ലേ? അതുപോലെ തന്നെയാണിതും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തമായ സ്ഥലങ്ങൾ കണ്ടെത്തണം. അത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കണം. ശാന്തമായ പാട്ടുകൾ കേൾക്കണം. ശാന്തമായ ഡിസ്കഷൻസ് കേൾക്കണം. പറ്റുമെങ്കിൽ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ഏതെങ്കിലും അക്വേറിയത്തിലെ മീനുകൾ ശാന്തമായി ചലിക്കുന്നത്, നീന്തി തുടിക്കുന്നത് കണ്ടുകൊണ്ടേയിരിക്കാം. ഇത്തരത്തിൽ ശാന്തമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സിലേക്കും ശാന്തത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായി തോന്നുമെങ്കിലും 100% റിസൾട്ട് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ വളരെ
അശാന്തമായി ഇരിക്കുന്ന ഒരു സമയത്ത്, ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത്, അങ്ങനെയുണ്ടല്ലോ ചിലപ്പോൾ അകാരണമായി നമ്മുടെ ഉള്ളിലേക്ക് എന്തെന്നില്ലാത്ത ടെൻഷനൊക്കെ വരുന്ന ചില സമയങ്ങളുണ്ടല്ലോ. ആ സമയത്ത് നിങ്ങൾ അപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന്, ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മാറി പുറത്തേക്ക് ഇറങ്ങി, ഒന്ന് പുറത്തേക്ക് നോക്കി, അന്തരീക്ഷത്തിലേക്ക് നോക്കി, ഒരു ചെറിയ കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു മരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കിളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിളികളെ ഇങ്ങനെ ശ്രദ്ധിക്കുക, പൂമ്പാറ്റ ഉണ്ടെങ്കിൽ പൂമ്പാറ്റയൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ മനസ്സിൽ തൊട്ടു മുമ്പുണ്ടായിരുന്ന ആ മാനസികാവസ്ഥ മാറി ആ ടെൻഷൻ്റെ തോത് ഒന്ന് കുറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? മൂന്നാമത്തെ പ്രാക്ടീസാണ് മനസ്സിന് സന്തോഷം കൊടുക്കുന്ന പ്രാക്ടീസ്, ബോധപൂർവം സന്തോഷിപ്പിക്കുന്ന പ്രാക്ടീസ്. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ നേട്ടങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം അഭിനന്ദനം ലഭിച്ചിട്ടുള്ള, അംഗീകാരം ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. എന്നിട്ട് എപ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ടെൻഷൻ, സ്ട്രെസ്സ്, വിഷമമൊക്കെ തോന്നുന്ന സമയത്ത് ആ ചിന്തയെ തിരിച്ചറിഞ്ഞ് വളരെ പൂർവ്വം ആ ചിന്തയിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധയെ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ലിസ്റ്റിൽപ്പെട്ട, നമ്മൾ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള, ആനന്ദിച്ചിട്ടുള്ള, അഭിനന്ദനം കിട്ടിയിട്ടുള്ള ആ ഒരു ചിന്തയെ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിടുക. ആ ചിന്തയുടെ ഒപ്പം നമ്മളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം നിറയുകയും മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡിറ്റാച്ച്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലതിൽ നിന്നൊക്കെ ബോധപൂർവം വിട്ടു നിൽക്കുക, മാറി നിൽക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റായ കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ല അല്ലേ? പറഞ്ഞു തരാം. അതായത് ഒരു വ്യക്തിയോട് മാത്രം നിങ്ങൾക്ക് അമിതമായ ആസക്തി തോന്നിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, ആ വ്യക്തി മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ വലിയ ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. എന്ന് വെച്ചാൽ എങ്ങാനും ആ വ്യക്തി മരിച്ചു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മാനസികാവസ്ഥ എവിടെയായി തീരും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ജീവിതം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയോ മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. അതിന് പകരം ഒന്നുകിൽ അവനവന് വേണ്ടി മാത്രം എന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ടി എന്ന് ചിന്തിക്കണം. എന്ന് വെച്ച് ഒരു വ്യക്തിയോട് കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നുന്നൊന്നും തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്ന് വെച്ച് അത് മാത്രമാണ് ജീവിതം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് എന്ത് ചെയ്യണമെന്നല്ലേ? യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരുപാട് ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ വ്യക്തികളോട് മാത്രമല്ല കേട്ടോ, എന്തിനോടും അമിതമായ ആസക്തി തോന്നുന്ന എന്തിനോടും ഏതിനോടും ഡിറ്റാച്ച് ചെയ്യാൻ പഠിച്ചിരിക്കണം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, സ്വന്തം വീടിനോട് അതിഭയങ്കരമായ അറ്റാച്ച്മെന്റ് തോന്നുകയും ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരികയും ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവർ നിർബന്ധമായും 1-2 ദിവസം മറ്റെവിടെയെങ്കിലും വിരുന്നിനൊക്കെ പോയി അവിടെ ജീവിച്ച് ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുമാത്രമല്ല കേട്ടോ, സ്വന്തം മതത്തിനോടോ രാഷ്ട്രീയ പാർട്ടിയോടോ പോലും അമിതമായി ഇത്തരത്തിൽ അറ്റാച്ച്മെന്റ്, ആസക്തി തോന്നുന്ന ആളുകളും ഇത് പരിശീലിക്കേണ്ടതാണ്. അതിന് മറ്റൊന്നും വേണ്ടതില്ല. മറ്റ് മതങ്ങളെ പറ്റിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയും മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായാൽ മതി. ഇതൊക്കെ നമ്മളുടെ മനസ്സിനെ കൂടുതൽ പക്വതപ്പെടുത്തുകയും മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ വീഡിയോ കുറച്ച് ദൈർഘ്യമേറിയതായി പോയി ക്ഷമിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണും വരെ എല്ലാവർക്കും ശുഭ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.